ഹായ് ഹലോ ദേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ രാവിലത്തെ കുറച്ച് ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിയാണ്. നമ്മളിത് നേരെ വന്ന് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ തൊട്ടിട്ട് വ്രതവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നൂലുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളും മോനൊക്കെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയ കാരണം കന്നി പോക്കാണ്. അപ്പോൾ അത് കാരണം നമുക്ക് പറയുമ്പോൾ നമ്മുടെ 41 ദിവസമൊക്കെ വ്രതം എടുത്തിട്ടാണ് മലയ്ക്ക് പോവുക. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എണീക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 4:30-ക്കൊക്കെ എണീക്കും. അപ്പോൾ അത് ഞങ്ങൾക്ക് വിചാരിച്ച ഈശ്വര 4:30-ക്ക് പൊതുവേ ഞങ്ങൾ അത്ര നേരത്തെ ഒന്നും എണീക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ നൂലുമ്പൊക്കെ തുടങ്ങുമ്പോൾ നേരത്തെ എണീക്കണം. 4:30-4:30-ക്ക് ഒക്കെ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നീറ്റ് തുടങ്ങണം. ഇനിയിപ്പോൾ കുറച്ച് മാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എണീക്കണം. എനിക്ക് ആ സമയത്തൊക്കെ എണീക്കാൻ പറ്റുമോ, കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആദ്യമൊക്കെ കുറച്ച് 1-2 ദിവസമൊക്കെ ഒരു നീക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ അങ്ങനെ നീറ്റ് നോക്കി നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം 4:30-ക്കൊക്കെ നീക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ക്ഷീണം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കേട്ടോ. നമ്മൾ വൈകി എണീക്കുമ്പോഴാണ് നമുക്ക് ക്ഷീണം കൂടുതൽ. അപ്പോൾ നമ്മൾ വൈകിട്ട് ഇപ്പോൾ സാധാരണ ഒരു 6 മണിക്ക് എണീക്കാൻ ഒരു 6:30-ക്ക് എണീക്കുകയാണ്. ആ ഒരു സമയത്തൊക്കെ എണീക്കുമ്പോൾ ഇനി 7 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ അങ്ങനെ നമ്മൾ എത്രത്തോളം വൈകി എണീറ്റോ അത്രത്തോളം വൈകി എണീക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ഷീണം തോന്നുക, ഒരു ഉഷാറ് കുറവ് തോന്നുക, മടി തോന്നുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് നോക്ക്, അത് വളരെ അതിൻ്റെ മാറ്റം വളരെ പറയാൻ പറ്റാത്തതാണ് കേട്ടോ. എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ 4:30-ക്ക് എണീറ്റാലും 4 മണിക്ക് എണീറ്റാലും നമുക്ക് ക്ഷീണം എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. നല്ല ഉഷാറായിരിക്കും, നല്ല ആക്റ്റീവായിരിക്കും, നല്ല പ്രൊഡക്റ്റീവ് മോർണിംഗ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഈ റൊട്ടീൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും അവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പോണത്. ഇപ്പോൾ രാവിലെ പെട്ടെന്ന് നീക്കാനും അങ്ങനെ കുളിക്കാനും ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് കുട്ടികൾക്കും. അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ എണീറ്റ പാടെ തന്നെ നമ്മൾ നേരെ വന്നിട്ട് പിന്നെ എന്താ പറയുക, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും. അടിച്ചു വാരി തുടച്ച് അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ കുളി കഴിഞ്ഞ് വന്ന് പൂജാ റൂമിൽ വിളക്കൊക്കെ വെച്ച് പിന്നെ അതിന് നമ്മൾ പിന്നെ പണികളൊക്കെ അങ്ങനെ അടുക്കളയിൽ കയറി പിന്നെ പണികൾ തുടങ്ങുന്നത് പിന്നെ കുറച്ച് ആക്കത്തിനാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതി നമുക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പറയുകയും ചെയ്തു, നമുക്ക് ഇനി ഈ ഒരു രീതി തന്നെ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും രാവിലെ എണീക്കാനിപ്പോൾ മടിയൊന്നുമില്ല, നേരത്തെ എണീക്കും. ഇപ്പോൾ അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിത്തൂന് ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ മേലൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രിയൊക്കെ നന്നായിട്ട് പനിച്ചു. ഇപ്പോൾ ഇന്നലെ ക്ലാസ്സിന് പോയില്ല, ഇന്നും പോയി. അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിത്തൂന് അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ണിന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും കണ്ണിനും തുടങ്ങിയിട്ടുണ്ട്, ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പനി വരാനുള്ള സാധ്യത ഉണ്ട്, എന്നാലും മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളൊക്കെ പോയി വരുന്നവരൊക്കെ നല്ല രീതിയിലൊക്കെ പോട്ടെ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ നേരെ അടുക്കളയിൽ കയറി. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇന്നിപ്പോൾ ചായക്ക് ചായക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ഞാൻ അങ്ങനെ കുഴച്ച് എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഞാൻ അങ്ങനെ ചൂടുവെള്ളത്തിൽ അങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കാറില്ല. മിക്കവാറും പച്ചവെള്ളത്തിൽ തന്നെയാണ് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കാറ് കേട്ടോ. ചിലവർ ചൂടുവെള്ളമൊക്കെ എടുക്കണ കാണാറുണ്ട്. എന്നാൽ ഞാൻ ചെയ്യായികയില്ല. ചില സമയത്ത് ചൂടുവെള്ളം എടുക്കും. പക്ഷേ എനിക്ക് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനിത് അങ്ങനെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഴച്ചെടുക്കാനൊക്കെ കുറച്ച് സമയമൊക്കെ വേണ്ട കാരണം അപ്പോൾ ഞാൻ അതിനെന്നായിട്ട് നിന്നിട്ട് അതങ്ങോട്ട് കുഴച്ച് പരത്തിയെടുക്കുക എന്നുള്ള ലെവലിൽ ഒരൊറ്റ നൃത്തം അങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിയുടെ പലക എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പണ്ട് പഴയ വീട്ടിലായിരുന്നപ്പോൾ നമ്മുടെ മരത്തിൻ്റെ പലകയായിരുന്നു ചപ്പാത്തി പലക. അതിൻ്റെ കോലൊക്കെ അങ്ങനത്തെ ആയിരുന്നു കേട്ടോ, മരത്തിൻ്റെ തന്നെയായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളതിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ കോല് നമ്മുടെ മരത്തിൻ്റെ, ആ ചപ്പാത്തി പരത്തണം എന്ന് പറയുക കോല്, അത് നമ്മുടെ മരത്തിൻ്റെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ചപ്പാത്തിയുടെ ഈ പലക എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഗ്രാനൈറ്റിൻ്റെയാണ്. അതിപ്പോൾ നമ്മൾ വീട് താമസിക്കുന്ന സമയത്തെ പണിയുടെ എന്താ പറയുക ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുകയാണ് ഗ്രാനൈറ്റിൻ്റെ. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ
പലക ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തിയൊക്കെ പരത്താനും പത്തിരിയൊക്കെ ചൂടാനും അങ്ങനെ പരത്താനൊക്കെ വേണ്ടിയിട്ട് അടിപൊളി പലകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അവരുണ്ടാക്കി തന്നതാണ് കേട്ടോ. ഗ്രാനൈറ്റിൻ്റെ നല്ല അത്യാവശ്യം വലിയ വട്ടത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്ര വലിയത് വേണമെങ്കിലും ഇങ്ങനെ ചുട്ടെടുക്കാനും ഒക്കെ എളുപ്പമാണ്. നല്ല ഒരേപോലെ എപ്പോഴും ഒരുപോലെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല കുത്തും കോമൊന്നുമില്ലാതെ നല്ലപോലെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഗ്രാനൈറ്റിൻ്റെ ചപ്പാത്തി പലക അടിപൊളിയാണ്. അപ്പോൾ ഇനിയൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഒരു ചപ്പാത്തി പലക ഉണ്ടാക്കിക്കൊള്ളുന്നുണ്ട് കേട്ടോ. വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഗ്രാനൈറ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർബിളിൻ്റെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇത് ഗ്രാനൈറ്റാണ്, മാർബിളിൻ്റെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ കാണുന്നവർ. അങ്ങനെ നമ്മൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കറി എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് ഇഷ്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ എന്താ പറയുക, നമ്മുടെ ചേനയല്ല ചേമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം വരുമ്പോൾ കൊടുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ചേമ്പൊക്കെ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പറമ്പിൽ പല സൈഡുകളിലായിട്ട് പറമ്പിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു ചേമ്പ് ഒന്നും എടുത്ത് പറിച്ചു നോക്കി നോക്കുമ്പോൾ അതിൽ അത്യാവശ്യം കടകളുണ്ടായിരുന്നു കേട്ടോ. ചേമ്പിൽ അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നെന്നെ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ചേമ്പിൻ്റെയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു ഇഷ്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചേമ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പൊടിയായിട്ടുള്ള നല്ല ചേമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് നമ്മുടെ ഇഷ്ടക്കറിയാണ്. അതും ഉരുളക്കിഴങ്ങും സവാളയും ചേമ്പും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു കുറുക്കിയെടുത്തൊരു ഇഷ്ടക്കറിയാണ് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കറി എന്ന് സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ചോറ് കൊണ്ടുപോകും വേണം സ്കൂളിലേക്ക്. അപ്പോൾ നേരത്തെ തന്നെ ഒരു ട്രിപ്പിന് അടുക്കളയിലത്തെ പണികൾ അങ്ങോട്ട് തീർക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ സാമ്പാറാണെങ്കിൽ സാമ്പാർ അങ്ങനെ വെച്ച് വറവിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിയൽ നമ്മളും അവിടെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അവിയലും അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കറികളും ഒക്കെ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ചോറൊക്കെ ആണെങ്കിൽ കുറച്ചൊന്നും മാറ്റി വയ്ക്കണമല്ലോ. അപ്പോൾ അവർക്കുള്ളത് ചോറുകളൊക്കെ മാറ്റി വെച്ച് പിന്നെ വൈകുന്നേരത്തേക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് ചപ്പാത്തി അതൊക്കെ ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ രാവിലെ മിക്കവാറും ഞാനിപ്പോൾ രാവിലത്തെ ചായൻ്റെ നമ്മൾ എന്താ പലഹാരങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചധികം ഉണ്ടാക്കാനൊക്കെ നോക്കാറുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ വൈകുന്നേരം കുട്ടികൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് എന്നാണ്ട് കൊടുക്കാനാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കാറ്. ബേക്കറി സാധനങ്ങൾ അങ്ങനെയൊക്കെ പരമാവധി കൊടുക്കാറില്ല. തീരെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ബേക്കറി സാധനങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പരമാവധി നമ്മൾ ഈ ചായയുടെ പലഹാരങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ വൈകുന്നേരത്തേക്കുള്ളതൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് ഇന്നിപ്പോൾ എന്ന് പറയുമ്പോൾ അടുക്കളയിലത്തെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഇനി ഒരു ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് നേരം ഞാൻ വെറുതെ ഒന്ന് ഇരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അങ്ങനെ ചായയൊക്കെ കുടിച്ച് വന്നതിൻ്റെ ശേഷം പിന്നെ കുട്ടികൾ പോവുകയും ചെയ്തു, ക്ലാസ്സിന് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇരുന്നു. പിന്നെ അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് ഫോണൊന്നും അങ്ങനെ തൊട്ട് പോയിട്ടാ. ഫോണൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യം പോക്കാണ്. ഞാൻ ചിലപ്പോൾ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കും, കുറേ സമയം അങ്ങോട്ട് പോകട്ടെ, ആ സമയം പോണത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഫോൺ രാവിലത്തെ ഒരു നേരം നമ്മൾ ഈ പണിയുടെ ഇടയിൽ പരമാവധി ഞാൻ ഫോൺ തൊടാറില്ല കേട്ടോ. തൊടാതെ ഞാൻ നോക്കും. എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നോക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ പിന്നെ സമയം പോണതേ അറിയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് അബദ്ധം പറ്റി, ഞാൻ നേരെ പോയി ഫോൺ എടുത്തത് കൊണ്ട് അവിടെ കുറേ സമയമായൊരു ഇരുത്തം ഞാൻ അവിടെ ഇരുന്നിട്ടാണ്. എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ തുണികൾ കുറച്ച് ഉണങ്ങാത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു വെയിൽ രാവിലത്തെ ഒരു ടൈമിൽ നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്നാണ്ട് ഉണങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണെങ്കിൽ മെഷീനിൽ തുണി വിരിച്ചിടുകയും ചെയ്തില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഇരുത്തത്തിൽ അതും അങ്ങനെ വിട്ടുപോയി. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മഴയാണല്ലോ, ചില സമയത്ത് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഉണങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അതിനായിട്ട് നടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഓടി വന്നിട്ട് പിന്നെ തുണികളൊക്കെ അങ്ങോട്ട് എടുത്ത് പിന്നെ അതിലുള്ള തുണികളൊക്കെ അങ്ങോട്ട് വിരിച്ചിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മേലെ ടെറസിൻ്റെ മേലെ ഇങ്ങനെ കുറേ അഴലുകളൊക്കെ ഉള്ള കാരണം വെയിൽ കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഒന്നാകെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ
പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷേ ഓർക്കാപ്പുറത്തൊരു മഴ വരലുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നൊരു പെയ്യലുണ്ട്. അങ്ങനെ അങ്ങോട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ട്രിപ്പിന് ആ ഉണങ്ങിയ തുണി മൊത്തം നനയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു ബോധത്തിൽ വേണമായിരിക്കാൻ. താഴത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടിപ്പോയിട്ട് എടുക്കാം. അപ്പോൾ പിന്നെ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ മൈൻഡ് മാറാൻ പാടില്ല, ശ്രദ്ധ വിടാൻ പാടില്ല. അപ്പോൾ നമ്മൾ മഴക്കാലമൊക്കെ അങ്ങനെ ഒരു ഇടയിലൊരു മഴയൊക്കെ പെയ്യുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ ശ്രദ്ധിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ വന്നിട്ട് ബാക്കിയുള്ള തുണികളൊക്കെ അങ്ങനെ വിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നുണ്ട്. രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വിരിച്ചിടുന്ന സമയത്തേക്ക് വെയിലൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അത്യാവശ്യം ഒരു കാറ്റൊക്കെ ഉണ്ടാവുക, പിന്നെ അവിടെ ഉണങ്ങിക്കോട്ടെ തുണി എന്ന് വെച്ചിട്ട് ഞാനും വിരിച്ചിടാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ആകാശമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. നല്ല നീല കളറിൽ നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതുപോലെ വൈകുന്നേരം സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ വന്നിരിക്കും കേട്ടോ. കുട്ടികളും ചില സമയത്ത് കുട്ടികളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു രസമാണ്. നല്ല കാറ്റൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ചായയൊക്കെ എടുത്തിട്ട് വരും, ഇവിടെ ഇരുന്ന് കുടിക്കും. അങ്ങനെയൊക്കെയാണ്. കുട്ടികൾ ചില സമയത്ത് വന്നിട്ട് ഇവിടെ ഇരുന്ന് കളിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. മഴയൊന്നുമില്ല, എന്നാൽ വെയിലുമില്ല, നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കണ്ണനും നിത്തും ക്ലാസ്സിനൊക്കെ പോയി എന്ന് പറഞ്ഞു. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരികയും ചെയ്തു കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കണ്ണൻ വന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിത്തും വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സ്കൂളിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ സമരക്കാരുടെ പരിപാടിയുണ്ട്. സമരക്കാർ വരും. അപ്പോൾ ഇന്നിപ്പോൾ കണ്ണൻ്റെ സ്കൂളിലും സമരക്കാർ വന്നു. അത് കാരണം ക്ലാസ് എടുക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞൊരു ടീച്ചർ മെസ്സേജ് ഇട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ണനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിത്തുവിനെ പരമാവധി അതൊന്നും ബാധിക്കാറില്ല. പക്ഷേ എന്താണെന്നറിയില്ല, കണ്ണൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നിത്തുവിൻ്റെ സ്കൂള്. ഈ വന്ന ആൾക്കാർ നേരെ നിത്തുവിൻ്റെ സ്കൂളിലേക്കും പോയി. അത് കാരണം നിത്തുവിന് ക്ലാസ് എടുക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് ടീച്ചർ മെസ്സേജ് ഇട്ടു. അപ്പോൾ നിത്തുവിൻ്റെ ക്ലാസ്സും ഉണ്ടായില്ല. നിത്തും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വരികയും ചെയ്തിട്ടാ. അപ്പോൾ രണ്ടുപേരും ഇന്ന് വയ്യാതെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ കണ്ട് പോയതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പോയിട്ട് എന്താ വെച്ചാൽ ഒരു 2 പീരീഡ് കേട്ടോ കഴിഞ്ഞപ്പോഴേക്കും വരികയും ചെയ്തു. അപ്പോൾ ഇന്ന് ഇതായിരുന്നു സംഭവം. അപ്പോൾ മിക്ക ദിവസം ഇപ്പോൾ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സമരക്കാരുടെ ഒരു പരിപാടിയാണ് കേട്ടോ. ഇത് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നും. കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുങ്ങി പിടിച്ച് പോയി പിന്നെ അതേപോലെ നേരെ വീട്ടിലേക്കും വരിക ചെയ്യുക. എന്താണ് ഈ സമരക്കാർ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ട് ആരൊന്നും പറയാൻ വരില്ലേ, ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ സ്കൂളുകളിലൊന്നും ഇങ്ങനെ ഈ സമരം അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായി. ഞാൻ ഒറ്റ പ്രാവശ്യം പോലും കണ്ടിട്ടില്ല സമരം വന്നിട്ട് ക്ലാസ് എടുക്കാൻ പറ്റാതെ വീട്ടിലേക്ക് വരുന്ന ഒരു സംഭവമേ ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ എന്തോ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർ കൊണ്ടുപോയ ചോറും കറികളൊക്കെ ഇട്ട് അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ അങ്ങനെ തന്നെ കണ്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉച്ച സമയമാകുമ്പോൾ നിത്തും കണ്ണനും അങ്ങനെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നിത്തു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചോറിന് വേറെ പാത്രത്തേക്കൊന്നും എടുത്തില്ല, കൊടുന്ന ബോക്സിൽ തന്നെ ആ പാത്രത്തിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. കണ്ണൻ പിന്നെ വേറെ പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് കഴിച്ചു. അപ്പോൾ പിന്നെ അവരെ കൊണ്ടുപോയതൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിനി അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ.